കോഴിക്കോട് ബേപ്പൂരിലെ സൈനബ എന്ന ചെറുപ്പക്കാരി ജീവിതത്തിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ പേരിൽ അവളെ വിദ്യാഭ്യാസത്തിനായി കൊണ്ടുപോയ ഒരു മൗലവി ഗൾഫ് നാട്ടിലുള്ള ഏതോ തമിഴന് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. പാവപ്പെട്ട കുടുംബങ്ങളിലെ ഇത്തരം പെൺകുട്ടികളുടെ ജീവിതത്തിനുമേൽ തീരുമാനമെടുക്കേണ്ടത് മറ്റുള്ളവരാണോ? ഇങ്ങനെ വിവാഹക്കെണിയിൽപ്പെട്ട് അനാഥരാകുന്ന പെൺകുട്ടികളുടെ ഭാവി ആരാണ് സംരക്ഷിക്കുക? ബേപ്പൂരിലെ പുത്തൻവീട്ടിൽ നായിന്റെ മകൾ സൈനബയ്ക്ക് സ്വന്തം ജീവിതത്തിനുമേൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുവരെ. 6 വർഷം മുമ്പ് ബാപ്പ മരിച്ചപ്പോൾ 6 പെൺമക്കളും ഇളയ 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് ആശ്രയമില്ലാതായി. ഈ അവസരം നോക്കിയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ റൗദത്തുൽ ഉലൂം അറബിക് കോളേജിൽ അധ്യാപകനായ സുഹൈർ ചുങ്കത്തറ എന്നയാൾ ഈ കുടുംബത്തെ സമീപിക്കുന്നത്. നാട്ടിൽ മൗലവിയായും വേഷമിട്ട് നടക്കുന്ന ഇയാൾക്ക് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അധ്യാപക ജോലി മാത്രമല്ല ഉള്ളത്. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിനെന്ന് വിശ്വസിപ്പിച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കുന്ന ഈ സമ്പ്രദായം പരിഷ്കൃത ലോകത്തിന് അമ്പരപ്പുണ്ടാക്കിയേക്കും. ഇവിടെ ഇത് സാധാരണ കാര്യമാണ്. പക്ഷേ അതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം. സൈനബയെ വിവാഹം ചെയ്തയാളുടെ യഥാർത്ഥ പേര് ഷെയ്ഖ് അലാവുദ്ദീൻ എന്നാണെന്ന് അയാളുടെ അച്ചടിച്ച കാർഡിൽ നിന്ന് മനസ്സിലാവുന്നു. ഏതോ യുനാനി ബിരുദമാണെന്ന് തോന്നുന്നു അയാൾക്ക് ഡോക്ടർ എന്ന വിശേഷണം നൽകുന്നത്. ഡോക്ടർക്ക് ചൈനയിൽ നിന്നാണെന്ന് പറയുന്ന ATCM എന്ന ബിരുദവും ഉണ്ട്. സൈനബ അയാൾക്ക് അയച്ച കത്തിലെ മേൽവിലാസം തഞ്ചാവൂരിലെ ഏതോ തെരുവിന്റേതാണ്. കേരള നജ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ആ രജിസ്റ്റർ പ്രകാരം അലാവുദ്ദീൻ ഡോക്ടറുടെ വീട്ടുപേര് കളത്തിങ്ങൽ എന്നാണ്. തമിഴ്നാട്ടിൽ ഇത്തരം വീട്ടുപേരുണ്ട് എന്ന കാര്യം നമുക്കറിഞ്ഞുകൂടാ. പൂർണ്ണവിലാസമായി കൊടുത്തിരിക്കുന്നത് കല്യാണപുരം, തഞ്ചാവൂർ, തമിഴ്നാട് എന്ന് മാത്രവും. എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ശ്രമവും നടത്തിയതായി കാണുന്നില്ല. അയാളുടെ തൊഴിലായി എഴുതിയിരിക്കുന്നത് വിദേശം എന്നാണ്. ഒട്ടും സത്യമല്ല. RVM അറബിക് കോളേജ് അധ്യാപകനായ സുഹൈർ ചുങ്കത്രയാണ് വിവാഹം നടത്തിക്കൊടുത്ത ഖത്തീബ്. വിവാഹത്തിനു ശേഷം എന്ത് സംഭവിച്ചാലും താൻ കൂടെയുണ്ടാവും എന്ന് വിശ്വസിപ്പിച്ച് അയാൾ പെൺകുട്ടിക്കും ഭർത്താവിനും ആദ്യ രാത്രിയും ഏർപ്പാട് ചെയ്തു. അതും 2 ദിവസം മാത്രം. മൗലവിയുടെ 4ാം ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം. ആദ്യ രാത്രികൾ കഴിഞ്ഞുപോയ അലാവുദ്ദീൻ പിന്നെ വന്നത് 1 വർഷത്തിനു ശേഷം. അതും 2 ദിവസത്തേക്ക് മാത്രം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ വീണ്ടും അറബിക് കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സുഹൈർ മൗലവിയുടെ ശ്രമം. നിലമ്പൂരിലെ ചുങ്കത്തറയിലുള്ള ഈ സ്ഥാപനത്തിൽ സൈനബയെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ നിരവധി പെൺകുട്ടികളുണ്ട്. അവരിൽ പലരും സൈനബയെ പോലെ ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നവരുമാണ്. കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. അവൾ ആവശ്യപ്പെട്ടാൽ, അവളുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടാൽ ഒരു കോംപ്രമൈസിന് നമുക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രക്ഷോഭത്തിന്റെ രീതിയിലേക്കും അറസ്റ്റിന്റെ രീതിയിലേക്കുമാണ് അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് അവരുടെ സംസാരത്തിൽ കാണുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം വരുന്നു, അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെതല്ലാത്തൊരു ശാന്തമായ അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച യുവാവുമായി ബന്ധപ്പെട്ട് ഒരു സംഖ്യ, അയാൾക്ക് കഴിയാവുന്ന ഒരു സംഖ്യ, അവൾക്ക് ആശ്വസിക്കാവുന്ന ഒരു സംഖ്യ, എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു സംഖ്യ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ അവൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവളുടെ പുനർവിവാഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ബാക്കിലിരിക്കുന്നമാരാണ് പത്രസമ്മേളനം നടത്താൻ 3 പോകുന്നതാണ്. അതിൽ അയക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോന്നാൽ പോലെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യാതൊരു ഉളുപ്പുമില്ലാത്ത ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറെ സാധനങ്ങൾ. എന്നിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ വഞ്ചിച്ച് ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കളവ് പറഞ്ഞ് വഞ്ചന നടത്തുന്ന ഏർപ്പാട് ഇനിയും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ആദർശപരമായി നിയമപരമായി അതിനെ നേരിടുമെന്നാണ് മുജാഹിദീകളോട് പറയാനുള്ളത്. നിങ്ങൾ ചിന്തിച്ചോ, ഈ അടുത്ത് മുജാഹിദികൾ പറഞ്ഞു ഖലീൽ തങ്ങളെ ചങ്ങലക്കിടണം. അപ്പൊ ഖലീൽ തങ്ങളെ ഈ അവിടെ ഒരു സ്വലാത്ത് നടക്കുന്നുണ്ട്. മുജാഹിദിനാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദേശീയമാണ്. എന്നിട്ട് നിങ്ങൾ നോക്ക്, 78ാമത്തെ കളവ്, മഹാകളവ് നമ്മളെ മൗലവി പറയുന്നു, കഴിഞ്ഞ സ്വലാത്തിനവിടെ 68 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. 68 69 പറയുമ്പോ കേൾക്കാം. പച്ചക്കള്ളം പറയുന്നത് കേട്ടോ നിങ്ങൾ. മഹദിന്റെ നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റിക്കൊണ്ടത്. ചാക്കിൽ കെട്ടി. 79ാമത്തെ നോടയാണ് ഇത്. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് കൊണ്ടുവരുന്നത്. ഇനി ബാക്കി പറയാം.
അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന അത്രയും അടിക്കുള്ള പൈസ. അപ്പോ എറണാകുളത്തിൽ MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില കൊടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ അതാണ് 79ാമത്തെ നൂണ. ഇനി നിങ്ങൾ ഇവർക്ക് അടങ്ങാ ഇപ്പൊ മൗദീൻ അങ്ങനെ ശരീരം തങ്ങളെ ചങ്ങലക്കിടണം. ഇനി പറയാണ് 80ാമത്തെ നൂണ കേട്ടോ. എന്താ? മർക്കസ് പൂട്ടിത്തന്നാൽ കേരളത്തെ ഞങ്ങൾ രാജ്യമാക്കി മാറ്റും. ഓരോന്നും ദേശമുള്ളതനുസരിച്ചാണ് ഇവരിങ്ങനെ നുണ ഇറക്കുന്നത് കേട്ടോ. 80ാമത്തെ നുണ അത് ബാലുശ്ശേരിക്കാരൻ തന്നെ പറയും. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. മർക്കസ് കൂട്ടിക്കൊടുത്ത കേരളത്തെ പിടിച്ച് രാജ്യം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇയാൾ പറയാണ് നമ്മളെ കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ വിധി, അതുകൊണ്ടാണ് നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയാലും മുജാഹിദാവനാണ്. നുണ മാത്രം പറയുന്ന ഒരു സാധനം. കേട്ടോ. 81ാമത്തെ നുണയിലേക്ക് മുജാഹിദ് വരുന്നു. കൊല്ലുന്ന രംഗം പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നു സുന്നികളായ ആളുകളൊക്കെ ഗൾഫിൽ പോയാലും മുജാഹിദാവനാണ്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടോ? ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. ഞങ്ങളൊക്കെ അവിടെ ചെന്നാ മുജാഹിദല്ല. പിന്നെ കളവ് പറയുന്നതിന് യാതൊരു മടിയില്ല. ഇനി നിങ്ങൾ നോക്ക്. അപ്പൊ അത് കൊല്ലണം എന്നായി. എന്നിട്ട് ഇയാള് 82ാമത്തെ കളവ് നോക്ക്. ഇയാള് പറയുന്നു സുന്നി മുസ്ലിയാക്കന്മാര് അവര് മുഴുവനും വൃത്തികെട്ട ആളുകളാണ്, അതുകൊണ്ട് തന്നെ ആ കളവാട്ടം. എന്നിട്ട് ഇയാൾ പറയാണ് സുന്നി മദ്രസയിലെ കുട്ടികളെ തല പിരിച്ചു കൊന്നുകളയണം. അവിടെ കളവ് എവിടെയെന്നറിയോ? അതിന് മുമ്പ് തെളിവ് പറഞ്ഞതാ ബഹുരസം. ഖിദിർ നബി അലൈഹി ഇസ്ലാം കൊന്ന പോലെ. അപ്പൊ ഖിദിർ നബി അലൈഹി ഇസ്ലാം കുട്ടിയെ കൊന്നത് കൊണ്ട് സുന്നി മദ്രസയിലെ സംഗതി അതൊന്നല്ല, മൂപ്പര് കുട്ടികളെ മുമ്പിൽ കുടുങ്ങിപ്പോയി. കാരണം എന്താ അറിയോ? മൂപ്പരിങ്ങനെ നടക്കുമ്പോ മദ്രസയിലെ കുട്ടികളെ മുന്നിൽ ചോദിക്കണം, മൗലവി എന്നാ നബിദിനം? അത് റമദാനിലെ. ഓന്റെ മൗലവി, ഇങ്ങക്ക് ആ മദ്രസയിൽ പഠിക്കാൻ ഏതായാലും ഭാഗ്യണ്ടായില്ല. എന്നാ പിന്നെ ഇങ്ങക്ക് നല്ലത് ഞങ്ങളെ മദ്രസന്റെ മുറ്റത്ത് കൂടി ഒന്ന് നടന്നൂടെ? അപ്പൊ ഇയാൾ ആകെ കുടുങ്ങി. അപ്പൊ നിങ്ങൾ കളവ് പറഞ്ഞിട്ട് കുട്ടികളെ കൊല്ലണമെന്ന് പാസ്സാക്കും. 82ാമത്തെ കളവ്. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്തിലരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഉണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഖിദിർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തിലരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. അപ്പൊ എന്തായി? ഖിദിർ നബി അലൈഹിസ്സലാം കുട്ടികളെ കഴുത്തുലരിച്ച് കൊന്ന പോലെ നമ്മളെ കുട്ടികളെ കൊല്ലണം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മൂപ്പര് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം എന്നറിയോ? എന്തുകൊണ്ടാണ് മൂപ്പര്? അത് സത്യമാണ്. ഇനി പറയാൻ പോകുന്നത് സത്യമാണ്. ഉള്ളത് അങ്ങനെ തന്നെ പറയണം. 83 നമ്മൾ എണ്ണുന്നില്ല. അതിലയാൾ പറയുന്നത് ഭീഷണിയുടെ സ്വരം ഒരാൾക്ക് വരപ്പോഴാണെന്നറിയോ? ആദർശ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഭീഷണി എടുക്കേണ്ടി വരിക. അയാൾ ഭീഷണിപ്പെടുത്തി നമ്മൾ കണ്ടല്ലോ. ഇനി എന്തുകൊണ്ട് ഭീഷണി? അയാൾ എന്നെ പറയട്ടെ മറുപടി. ഭീഷണിന്റെ സ്വരം എപ്പോഴാ ഉണ്ടാകുക അറിയോ? ആദർശത്തിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ പറ്റാതെ വരും. ഇത് നമ്മൾ പറയുന്ന ആദർശം ഉണ്ടല്ലോ, ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുമ്പോ, കള്ളവാദങ്ങളുടെ വലിയതായി കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ, ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണാവുമ്പോ പിന്നെ ഭീഷണിയുടെ സ്വര. അതാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കളവ് സാന്ദർഭികമായി മുജാഹിദുകളുടെ കളവ് എടുത്തു പറയാം. എന്താണെന്നറിയോ? മുജാഹിദികൾ സാധാരണ പറയുന്ന ഒരു കളവുണ്ട്. 83ാമത്തെ കളവിൽ എണ്ണിക്കോളൂ. എന്താണത്? മക്കയിലും മദീനയിലും ജാറമുണ്ടായിരുന്നില്ല. നോക്കിക്കോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൊയ്ദ് മൗലവിക്കൊരു പുസ്തകമുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ വരെ അയാൾ പറഞ്ഞു
അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ പട്ടാളത്തെ ഇറക്കുമതി ചെയ്ത് മക്കയിലും മദീനയിലും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, കേരളത്തിലെ മുജാഹിദീങ്ങളെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ പുറകെ അവിടെ ഉണ്ടായിരുന്ന കുപ്പകളും ജാരങ്ങളും അടിച്ചു പൊളിച്ചു. അവ മക്കയിൽ ജാരമുണ്ടായിട്ടില്ല എന്ന മുജാഹിദിന്റെ വാദം കല്ലുവെച്ച നുണയാണ്. 83ാമത്തെ നുണയായി ഞങ്ങളിത് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജാരം. നമ്മുടെ സക്കരിയ സലാഹി പറയുന്നു അവിടെ ജാറമില്ല. അവിടെ ജാറമില്ല. മൂപ്പര് പറയുന്നത് അവിടെ ഖബറിന്റെ മുകളിൽ കുബ്ബയില്ല. ഇങ്ങനെ ഖബറിന്റെ മുകളിൽ എന്തില്ല? കുബ്ബയില്ല. പിന്നെന്താ ഉള്ളത്? കുബ്ബയുടെ താഴെ ഖബറാണുള്ളത്. ഒരാൾ എഴുതി കൊടുത്തു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബ ഉണ്ടല്ലോ. മൂപ്പരെ വാദാണ് അത് ഖബറിന്റെ മുകളിലല്ല, പിന്നെ വലിയൊരു കുബ്ബ ഉണ്ടായപ്പോ അതിന്റെ താഴെ നബിന്റെ ഖബർ പെട്ടുപോയതാണ്. ഓണെങ്ങനെ പറയാൻ ഇത്ര ഉഷാറുള്ള വേറെ സാധനങ്ങൾ. പക്ഷെ ഇയാൾ തന്നെയാണ് പിന്നെന്ത് പറയുന്നത് അറിയോ? ഇതേ മനുഷ്യനാണ് പിന്നെന്ത് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം എന്ത് KNM-ന്, അതേ കേരള നദുവത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ ആ ജാറം അടിച്ച് പൊളിച്ചു നിരപ്പാക്കും. രണ്ടാമത്തെ ദിവസം എന്നാ പറഞ്ഞു. കേരള നദുവത്തുൽ മുജാഹിദീന് എങ്ങനെ സൗദിന്റെ ഭരണം കിട്ടല്? ഇവിടെ ഒരു വാർഡിന്റെ ഭരണം പോലും ഇല്ലാത്ത ചങ്ങാതിമാരാണ്. ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയുടെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ KNM-ന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. KNM-ന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുൽബ തകർക്കും. KNM-ന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുൽബ തകർക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്താർക്കും അതിൽ തർക്കമില്ലല്ലോ. അമേരിക്കയിലും അങ്ങ് റഷ്യയിലും എല്ലാ സ്ഥലത്തുമുള്ള മുസ്ലിമീങ്ങൾ അവിടെ വരുന്നു. ആർക്കും അതിൽ തർക്കമില്ല. എന്നിട്ട് ഇവര് പാസാക്കിയതെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറ് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ, സൗദി അറേബ്യയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ അത് ഞങ്ങൾ അടിച്ചു പൊളിക്കുമെന്ന് വളരെ പച്ചക്കള്ളം അടിച്ചു വീശുകയാണ്. ഇനി 55ാമത്തെ കളവായി ഞങ്ങൾ പറയുന്നു, ഇവര് പറഞ്ഞ് എന്തുപോലും പറഞ്ഞു എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്താ മൗലവി പറഞ്ഞത്? അത് പുണ്യം കിട്ടാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചതല്ല. ഓ മൗലവി, സ്വഹീഹുൽ ബുഖാരി മറിക്ക് അതിൽ കാണാ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി. ആ മുടിയതാ സ്വഹാബത്ത് സൂക്ഷിക്കുന്നു, എന്നിട്ട് രോഗശമനത്തിന് ഉപയോഗിക്കുന്നു. ബുഖാരി സാക്ഷിയാണ്.